Hello everyone, welcome to Jupod Plus One Commerce and Humanities channel. It's me, Nafi. എല്ലാവർക്കും മക്കളെ ജൂപോഡിൻ്റെ പ്ലസ് വൺ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യം രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഏത് സ്ട്രീമാണ്, നിങ്ങൾ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിൽ ഓരോ സബ്ജക്റ്റിലും എത്രയൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ബിസിനസ് ആണെങ്കിലും അക്കൗണ്ടൻസി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്ലസ് വൺ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർക്കൊരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരുന്നു. അപ്പോൾ ഈ സ്റ്റഡി ടൈം ടേബിളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞ മുന്നേ എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റാക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടും. ഇനി നിങ്ങൾക്ക് അത് സെറ്റാക്കാൻ പണിയാണ്, അത് സെറ്റാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഞാൻ നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാം, ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കായിട്ട് ഞാനൊരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങളുടേതായുള്ള മാറ്റങ്ങളൊക്കെ ഇതിലേക്ക് വരുത്തട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്ലസ് വൺ സബ്ജക്റ്റുകളെ നിങ്ങൾ 3 കാറ്റഗറി ആക്കി മാറ്റണം. ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകളെ നമ്മൾ കാറ്റഗറി 1 ആക്കുന്നു, മീഡിയം സബ്ജക്റ്റിനെ നമ്മൾ കാറ്റഗറി 2 ആക്കുന്നു, ടഫ് സബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി 3 ആക്കുന്നു. ഇങ്ങനെ 3 കാറ്റഗറി ആക്കിയിട്ട് നിങ്ങളുടെ പ്ലസ് വൺ സബ്ജക്റ്റുകൾ നിങ്ങൾ മാറ്റണം. അപ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകളെ കാറ്റഗറി 1 ആക്കുന്നു, മീഡിയം അതായത് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത സബ്ജക്റ്റുകളെ നിങ്ങൾ കാറ്റഗറി 2 ആക്കുന്നു, നല്ല ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിനെ നിങ്ങൾ കാറ്റഗറി 3 ആക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യാൻ തയ്യാറാണ്. അതായത് മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 5:30 എണീക്കണം, രാത്രി 10 മണിക്ക് ഉറങ്ങണം. ഉറങ്ങുന്ന സമയം എപ്പോഴാണ്, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് നിങ്ങൾ ഉറങ്ങണം, രാവിലെ 5:30 നിങ്ങൾ എണീക്കണം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രാത്രി 10 മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ തയ്യാറാവണം, രാവിലെ 5:30 നിങ്ങൾ എണീക്കാൻ തയ്യാറാവണം. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. ഇനി രണ്ടാമത്, സാറ്റർഡേ ആൻഡ് സൺഡേ, ശനിയും ഞായറും നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, അന്ന് നിങ്ങൾക്ക് കുറച്ചധികം സമയമാണ് ഉറങ്ങി കേട്ടോ. ശനിയാഴ്ച നിങ്ങൾ ഉറക്കം എല്ലാ ദിവസവും 10 മണിക്ക് തന്നെ. ശനിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശനിയും ഞായറും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 6:30 എണീച്ചാൽ മതി. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യണം. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ഉറക്കം പ്രോപ്പർ ആവുക, നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും, നമുക്കൊരു പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൺഡേ മുതൽ ഫ്രൈഡേ വരെ നിങ്ങൾ രാവിലെ 6 മണി മുതൽ 7 വരെയും രാത്രി 7 to 9:30 എന്നുള്ള സമയത്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൺഡേ നിങ്ങൾ കാറ്റഗറി 2 ഉള്ള ഒരു ചാപ്റ്ററാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഈ പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മിക്കവാറും ഓരോ കാറ്റഗറിയിലും 2 സബ്ജക്റ്റ് ചുരുങ്ങിയുണ്ടാവും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടിക്ക് എക്കണോമിക്സും സോഷ്യോളജിയും ചിലപ്പോൾ എന്തായിരിക്കും, ടഫായിരിക്കും, അല്ലെങ്കിൽ മീഡിയം ടഫായിരിക്കും. അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് ബിസിനസ്സും എക്കണോമിക്സും എന്തായിരിക്കും, മീഡിയം ടഫായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പരിപാടി, ഈ 6 മുതൽ 7 വരെ എന്നുള്ള 1.5 മണിക്കൂറിനെ 45 മിനിറ്റിൻ്റെ 2 സെഷനാക്കി മാറ്റുക. രാത്രിയുള്ള 2.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, 2 കഷ്ണങ്ങളാക്കി മുറിക്കണം. എന്നിട്ട് രാവിലെ നിങ്ങൾ പഠിക്കും എന്ത് ചെയ്യുക, ആദ്യത്തെ 45 മിനിറ്റ് നിങ്ങളൊരു വിഷയം പഠിക്കുക, അടുത്ത 45 മിനിറ്റ് കാറ്റഗറി 2 അടുത്ത വിഷയം പഠിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ആ കാറ്റഗറി 2 2 വിഷയങ്ങൾ വേണം നിങ്ങൾ രാവിലെ പഠിക്കാൻ. കണ്ടിന്യൂസ് ആയിട്ട് 1.5 മണിക്കൂർ എന്ത് ചെയ്യരുത്, ആ ഒരു വിഷയം മൊത്തം പഠിക്കരുത്. 45 മിനിറ്റ് ഒരു വിഷയം, അടുത്ത 45 മിനിറ്റ് അടുത്ത വിഷയം. രാത്രി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ രാവിലെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. ശ്രദ്ധിക്കണേ, രാത്രി നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പം രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി 2 2 വിഷയങ്ങൾ പഠിക്കുന്നു, രാത്രി അത് റിവൈസ് ചെയ്യുന്നു. ചൊവ്വാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി 3 2 വിഷയങ്ങൾ പഠിക്കുന്നു, രാത്രി അത് റിവൈസ് ചെയ്യുന്നു. ബുധനാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി 1 2 വിഷയങ്ങൾ പഠിക്കുന്നു, അത് റിവൈസ് ചെയ്യുന്നു. വ്യാഴാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി 3 2 വിഷയങ്ങൾ പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു. വെള്ളിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി 2 2 വിഷയങ്ങൾ പഠിക്കുന്നു, അത് റിവൈസ് ചെയ്യുന്നു. ഇനി ശനിയാഴ്ച മെഗാ റിവിഷൻ ടൈമാണ്. സാറ്റർഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ആ വീക്കിൽ പഠിച്ച മൊത്തം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, സാറ്റർഡേ മോർണിംഗ് 7 to 10 ഈവനിങ് 4 to 7 എന്നുള്ള സമയത്ത് സാറ്റർഡേ നിങ്ങൾ റിവിഷൻ ടൈമാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്യണം. സൺഡേ നിങ്ങൾക്ക് എന്താണ്, സൺഡേ ഈസ് എ ഹോളിഡേ എന്നല്ലേ, സൺഡേ നിങ്ങൾക്ക് എന്താണ്, ഒരു ഹോളിഡേ ആണ്. അപ്പം സാറ്റർഡേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു മെഗാ റിവിഷൻ ഡേ ആണ്. ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മെഗാ റിവിഷൻ നടത്തണം. സൺഡേ നിങ്ങൾക്ക് എന്താണ്, ഹോളിഡേ ആണ്. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് പ്ലസ് 1 മികച്ച മാർക്ക് കരസ്ഥമാക്കാനാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, പ്ലസ് 1 നിങ്ങൾക്ക് മികച്ച മാർക്ക് കരസ്ഥമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ഈ രീതിയിൽ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങളതായ രീതിയിൽ എഡിറ്റൊക്കെ വരുത്തിയ രീതിയിൽ പഠിക്കാം. ഏത് രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു 1 വീക്ക് എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞൊരു ടൈം ടേബിൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ ഇല്ലേ എന്നുള്ള കാര്യം nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കട്ടോ. 1 വീക്ക് കൊണ്ട്
നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യം nafi.edupoort എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.